സമയം അർദ്ധരാത്രിയായപ്പോ ഒരു ചെറുപ്പക്കാരന് ചുറ്റും ഒരുപാട് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ട്. അപ്പൊ എന്തായാലും സംഭവം എന്താന്ന് നമുക്കൊന്ന് തിരക്കണ്ടേ. അജ്മൽ ബ്രോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കുറെ നാളായി നമ്മുടെ കച്ചവടം തുടങ്ങിയിട്ടല്ലേ? എത്ര നാളായി കാണും? ഞാൻ ബിരിയാണിയുടെ തുടങ്ങിയിട്ട് ഒരു 8-9 മാസമായി കാണും. ഇപ്പൊ ഈ വൈകിട്ടത്തെ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസമായിട്ട്. വൈകിട്ടത്തെ പരിപാടി എന്താണ് ബ്രോ? വൈകിട്ടത്തെ നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ റോസ്റ്റും പിന്നെ അതിന്റെ ബീഫ് റോസ്റ്റും. അത് നല്ല ചൂട് റൈസും ബീഫും കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ചൂട് റൈസും ചൂട് ചിക്കൻ കഴിക്കണമെങ്കിൽ കഴിക്കാം. അത് 140 രൂപ 150 രൂപ റേഞ്ചാണ് നമ്മൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അത് ഇവിടുന്ന് കഴിച്ചവരെല്ലാം പറയുന്നത് ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ ഒരു 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാന്ന അത്രയ്ക്ക് ക്വാണ്ടിറ്റിയിലാണ് വിളമ്പുന്നത് കൊടുക്കുന്നത്. തൃപ്തി വരണം. വൈകുന്നേരം എത്ര മണിയാകുമ്പോഴാണ് നമ്മൾ വരുന്നത് ഇവിടെ? 6:30 ആകുമ്പോൾ. വൈകിട്ട് 6 തൊട്ട് തീരുന്നിടം വരെ കാണും. നമ്മുടെ KP റോഡിൽ 1-ാം പെട്ടിയോട്ടയിൽ പെട്ടിയോട്ടയിൽ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നത്. ഉച്ചയ്ക്കാണെങ്കിലോ ഇനി ഉച്ചയ്ക്ക് 11:30 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ഒരു 2 മണി, ഒരു 2:30 വരെയൊക്കെ. ഉച്ചയ്ക്ക് ബിരിയാണിയാ? ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് മടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചൂട് റൈസും ചിക്കനും ബീഫും ഒക്കെ ഇട്ട് കഴിക്കാം. എല്ലാം 140-150. ബിരിയാണിക്ക് എത്ര രൂപ? 120 രൂപ. എല്ലാ ദിവസവും ഉണ്ടോ നമ്മളിവിടെ? എല്ലാ ദിവസവും ഉണ്ട്. ഇത് ആരാ ബ്രോ ഇത് പാചകമൊക്കെ ചെയ്യുന്നത്? ബ്രോ ആണ് പാചകം ചെയ്യുന്നത്? ഇതെങ്ങനെ പാചകമൊക്കെ നേരത്തെ വൈഫിന്റെ വാപ്പായ്ക്ക് പാചകമൊക്കെ ഉണ്ട്, അങ്ങനെ കണ്ടുപിടിച്ച് തുടങ്ങിയതാ. ബിരിയാണി വെക്കുന്നതും ബ്രോയാ? വീട്ടിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? വീട്ടിൽ വെച്ച് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുക. എവിടെ വീട്? എവിടെ ബ്രോനെ? ചേരാവള്ളി. അടുത്ത് തന്നെ. അന്നേരം നമ്മൾ എപ്പം ഉച്ചയ്ക്ക് ബിരിയാണി വേണമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി. ഇനി ചിക്കൻ വേണവർക്ക് ചിക്കൻ ഉണ്ട്, ബീഫ് വേണ്ടവർക്ക് ബീഫ് ഉണ്ട്. രണ്ടുപേരും പിണക്കണ്ട അല്ലേ? ഓക്കെ. അന്നേരം ഇപ്പൊ റൈസും ചിക്കനും ആണുള്ളത് അല്ലേ? റൈസും ബീഫും ഉണ്ട്, ചിക്കനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ കൂടെ കഴിച്ചോട്ടെ ബ്രോ? ഓക്കെ. ചൂട് റൈസും ബീഫും ആണ് വാങ്ങിയിരിക്കുന്നത്. ബീഫുണ്ട്, ചിക്കനുണ്ട്. ബീഫ് തീരാറായി. എന്താണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിയാണ് എല്ലാവർക്കും കൊടുക്കുന്ന. ആ ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് കേട്ടോ നമ്മൾ ആ ഒരു കെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു പൊതി തന്നെ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ബീഫ് കറി വരുന്നത് കേട്ടോ. മൊത്തം പഠിച്ചങ്ങിടാം. രാത്രി സമയത്ത് നല്ല വിശന്നിരിക്കുമ്പോൾ ഇതേപോലെ തന്നെ നല്ല ചൂട് റൈസും ബീഫോ ചിക്കനോ ഒക്കെ കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വാ. പിന്നെ നമ്മൾ ആർക്കും ഒരു ശല്യം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കടയുടെ അവിടെ നിന്ന് അല്പം ഒന്നും മാറി കേട്ടോ. വേണ്ടേ, നല്ല നീള റൈസാണ്. ഇപ്പോഴും ആ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കറിക്കാണെങ്കിലും ആ ഒരു ചൂടുണ്ട്, റൈസിനും ചൂടുണ്ട്. നല്ല ചൂടായിട്ട് നമുക്ക് ഇതേപോലെ നല്ല ബീഫും റൈസും ഒക്കെ ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നാൽ മതി. അതുകൊണ്ട് ഇങ്ങനെ നിന്ന് ബീഫിൻ്റെ 2 കഷ്ണം വെക്കുക, കറിക്കത്തൊന്ന് പൊതിഞ്ഞെടുക്കുക, ഇങ്ങനെ പിടിക്കുക. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശന്നിരിക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീഫ് വേണ്ട, ചിക്കനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് 1, 2, 3, 4 വലിയ കഷ്ണങ്ങളാണ് കേട്ടോ. 4 വലിയ കഷ്ണങ്ങൾ വരുന്ന ചിക്കൻ കറിയും വരുന്നുണ്ട്. ചിലവർക്ക് ബീഫ് ഇഷ്ടമാണ്, ചിലവർക്ക് ചിക്കൻ ഇഷ്ടം. അന്നേരം 2 ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിക്കൻ വേണമെങ്കിൽ ചിക്കനും വാങ്ങാം, ബീഫ് വേണമെങ്കിൽ ബീഫും വാങ്ങാം. എന്താ ചിക്കൻ്റെ ഇങ്ങോട്ട് ടേസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. ചിക്കനും വേണം. ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും അത്യാവശ്യം 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊള്ളാം.